ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലക്കേസിൽ പ്രതി സജി റിമാൻഡിലാണ്. ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. അതിക്രൂരമായാണ് ഓരോ കൊലപാതകങ്ങളും നടത്തിയതെന്ന് പ്രതി സജി പോലീസിനോട് വിശദീകരിച്ചു. സഹോദരൻ റജിയെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം തോർത്തുകൊണ്ട് കഴുത്തു ഞെരിച്ചാണ് കൊന്നത്. തടസ്സം പിടിച്ച അമ്മ മേരിക്കുട്ടിയെയും അതിക്രൂരമായി മർദ്ദിച്ചു. തലഭിത്തിയിൽ പലതവണ ഇടിപ്പിച്ചാണ് മരണം ഉറപ്പാക്കിയത്. പിടിയിലായ ശേഷവും യാതൊരു കൂസലുമില്ലാതെയാണ് പ്രതി സജി പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. 2018 ഇയാളുടെ പിതാവ് മാത്യുവിനെ കാണാതായ കേസും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രിൻസ് ജെയിംസ് കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രിൻസ്, ഇരട്ടക്കൊലക്കേസ് നെടുങ്കണ്ടത്തെ ആകെ വിറപ്പിച്ച സാഹചര്യമാണ്. വലിയ ബന്ധമൊന്നും നാട്ടുകാരുമായിട്ട് ഇല്ല ഇയാൾക്ക്, പ്രതിക്ക്. പക്ഷേ എങ്കിൽ പോലും ആ നാട്ടിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ ഒരു ഭീകരത അത് ഇപ്പോഴും ആ നാട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇന്നലെ ഏലക്കാടുകൾക്കപ്പുറമുള്ള മലനിരകളിൽ ഒളിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ അയാൾ തന്നെ സ്വയം കടയിലേക്ക് ഇറങ്ങി വന്നു. അവിടെ വെച്ച് എല്ലാം മതിയായി എന്നുള്ള മട്ടിൽ സംസാരിച്ച് നാട്ടുകാരോട് പറഞ്ഞ് അവിടെ കീഴടങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പ്രിൻസേ, ഈ കൊലപാതകത്തിൻ്റെ ക്രൂരത ഓരോന്നായി പുറത്തേക്ക് വരികയാണ്. എങ്ങനെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? പൂർണ്ണമായിട്ട് എന്നാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതിൽ ഒരു വ്യക്തത പ്രതി നൽകിയിട്ടുണ്ടോ? പ്രിൻസ്, ഇപ്പോൾ നെടുങ്കണ്ടം ഇരട്ട കൊലപാതക കേസിലെ പ്രതിയെ നെടുങ്കണ്ടം കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രതിയെ പീരുമേട് സബ് ജയിലിലേക്ക് മാറ്റി 14 ദിവസത്തിന് ശേഷം റിമാൻഡ് കാലാവധി കഴിയുന്നതോടനുബന്ധിച്ച് വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്ത് തുടർ അന്വേഷണത്തിലേക്കുള്ളതാണ് നീങ്ങുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 4-ാം തീയതിയാണ് ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകങ്ങൾ പ്രതി സജി നടത്തിയത്. അതായത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. പ്രതിക്ക് സഹോദരൻ റജിയുമായി ചില പകയുണ്ടായിരുന്നു. അതായത് വസ്തുതർക്കവുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ട്. ഒപ്പം തന്റെ പിതൃത്വവുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് റജി കളിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പരിഭവങ്ങളുണ്ട്. ഒപ്പം തന്റെ വിവാഹത്തിന് സഹോദരൻ സമ്മതിക്കാത്തതും ഈ പകയ്ക്ക് കാരണമായി. അങ്ങനെ ഏപ്രിൽ 4-ന് ഈ സംഭവ ദിവസം വൈകുന്നേരം രാത്രി ഇരുവരും വീട്ടിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇരുവരും മദ്യപിച്ചിരുന്നു. അങ്ങനെ അതേ ദിവസവും പിതൃത്വത്തെ ചൊല്ലി ഈ റജി ഇവരുമായി ഈ സഹോദരനുമായി വഴക്കുണ്ടാക്കുന്നു. ഒപ്പം ആ സമയത്ത് തന്നെ സഹോദരൻ സജി, അതായത് പ്രതി സജി ഈ സഹോദരന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു, ഇറച്ചിയൊക്കെ കൂടി ചോറ് വിളമ്പി കൊടുക്കുന്നു. ഈ ഭക്ഷണം കഴിക്കുന്നതിനിടയിലും റജി ഈ തന്റെ അവഹേളനം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് തന്റെ നിയന്ത്രണം വിട്ടുപോയതെന്ന് സജി പറയുന്നു. ആ സമയത്ത് ഇയാളെ സഹോദരനെ മർദ്ദിക്കുകയായിരുന്നു. മർദ്ദിച്ച അവസ്ഥനായി ഇയാൾ കസേരയിലിരുന്നു. ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന തോർത്ത് ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് വീണ്ടും അവശനായി ഇയാൾ നിലത്തേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായി. ഇതിനുശേഷം നിലത്തേക്ക് വീണപ്പോൾ തന്നെ ഈ ഇടിച്ചും മുഖത്തൊക്കെ ചവിട്ടിയുമൊക്കെയാണ് ഈ കൊലപാതകം ഇയാൾ നടത്തിയത്. ഈ സമയത്ത് അമ്മ മേരിക്കുട്ടി ഈ തടസ്സം പിടിക്കുവാനെത്തി. അമ്മയെയും ഇയാൾ മർദ്ദിച്ചു, മൂക്കിനൊക്കെ മർദ്ദിച്ചു. അതിനുശേഷം ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെയാണ് ഇരു കൊലപാതകങ്ങളും പ്രതി നിർവഹിച്ചത്. ഈ കൊലപാതകങ്ങൾ നടത്തിയ ശേഷം അതിക്രൂരമായി ഈ കൊലപാതകങ്ങൾ മർദ്ദിച്ച് ഇരുവരെയും കൊലപ്പെടുത്തിയ ശേഷം പ്രതി ഇരുവരുടെ മൃതദേഹങ്ങൾ വീട്ടിൽ തന്നെ ഇട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. വീട്ടിൽ തന്നെ കട്ടിലടിയിലേക്ക് മാറ്റിയിട്ടു. അതിനുശേഷം അയാൾ ആ വീട്ടിൽ തന്നെ കിടന്നുറങ്ങി. ഒപ്പം വീട്ടിലുണ്ടായിരുന്ന അത് കാർഷിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് 2 ദിവസത്തോളം ഈ മൃതദേഹങ്ങൾ മറച്ചിട്ടു, അല്ലെങ്കിൽ അതിൽ പൊതിഞ്ഞു വെച്ചുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് പ്രതി വീണ്ടും സമീപത്ത് കുടിയെടുത്ത് ഇരുവരെയും മറവ് ചെയ്തത്. ഈ സംഭവം നടന്ന ശേഷം പ്രതി സാധാരണഗതിയിൽ തന്നെ വീണ്ടും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതായത് ഇരുവരെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം വീടിന് സമീപം കുഴിയെടുത്ത് മറവ് ചെയ്തതിനു ശേഷവും ഇയാൾ ഈ വീട്ടിൽ തന്നെ തുടർന്നു. ഭക്ഷണം പാചകം ചെയ്യുന്നു, ഇറച്ചിയൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നു, ഭക്ഷണം വീട്ടിൽ തന്നെ വെച്ച് പാചകം ചെയ്യുന്നു. സാധാരണയായി ഇയാൾ പോകാറുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നു, ജോലിക്ക് പോകുന്നു, കാർഷിക ജോലിക്കൊക്കെ പോകാറുള്ള ആളാണ്. അങ്ങനെയുള്ള ജോലിക്ക് പോകുന്നു, മദ്യപിക്കുന്നതിനായി പോകുന്നു. അങ്ങനെ പതിവായി ഇയാൾ ചെയ്യുന്ന എന്തൊക്കെയാണോ അതെല്ലാം ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ചില നാട്ടുകാരൊക്കെ ഇയാളോട് സഹോദരൻ റജി എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പതിവായി ഇയാൾ റജി ജോലിക്ക് പോകുന്നുണ്ട്, അത് വൈകുന്നേരം രാത്രിയിൽ മദ്യപിച്ചാണ് വരുന്നതെന്നൊക്കെയാണ് ഇയാൾ നാട്ടുകാരോട് തന്നോട് ചോദിച്ചവരോടൊക്കെ പറഞ്ഞത്. എന്നാൽ സഹോദരൻ റജി പതിവായി ഇയാൾ ജോലി ചെയ്യുന്ന നെടുങ്കണ്ടത്തെ ഒരു സ്ഥാപനത്തിലെത്താതിരിക്കും. അപ്പം ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ കാർഷിക ജോലിക്കൊക്കെ സഹായിയായി പോകുന്ന ആളാണ്. അവിടെയും ഒക്കെ എത്താതിരിക്കുന്നതോടെ നാട്ടുകാർക്ക് വലിയ സംശയം ഉണ്ടാകുകയും ചെറിയ തോതിലുള്ള അന്വേഷണമൊക്കെ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ നാട്ടുകാർ ഇവരുടെ സഹോദരിയായ സിനിയെ വിവരം അറിയിക്കുന്നത്. അങ്ങനെ സിനി നെടുങ്കണ്ടം പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. അങ്ങനെ നെടുങ്കണ്ടം പോലീസ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇവരുടെ വീട്ടിലേക്ക് അന്വേഷിക്കാൻ എത്തുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് സജി ഇവിടെ നിന്ന് ഒളിവിലേക്ക് പോകുന്നത്. അതായത് തന്നിലേക്ക് അന്വേഷണം
എത്തുന്നു എന്നൊരു സാഹചര്യം, റെജിയുടെ തിരോധനവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരൊക്കെ അന്വേഷിക്കുന്നു. പോലീസ് തന്റെ വീട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ മാത്രമാണ് ഈ സജി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പോലീസ് കൃത്യമായി വീട്ടിലേക്ക് വന്ന ഒരു സാഹചര്യത്തിലാണ് ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. പിന്നീട് ഇന്നലെ കഴിഞ്ഞ ദിവസം പോലീസ് ഇവിടെ പരിശോധന നടത്തുകയും രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഇവിടുന്ന് വീണ്ടെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഈ മേഖലകളിലൊക്കെ, ഈ കാർഷിക മേഖലയാണ് ആ പ്രദേശങ്ങളിലൊക്കെ ശക്തമായ ഒരു തെരച്ചിൽ നടത്തുകയും പ്രതിയെ കഴിഞ്ഞ ദിവസം ഈ തെരച്ചിൽ നടക്കുന്നതിനിടെ പ്രതി സമീപത്തെ ഒരു വ്യാപാര സ്ഥാപനത്തിലെത്തി കീഴടങ്ങുകയാണെന്ന് അറിയിക്കുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ പ്രതിയെ ഈ സംഭവ സ്ഥലത്ത് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. റെജിയുടെ കഴുത്തിൽ കുലുക്കാൻ ഉപയോഗിച്ച കയറ്, ഒപ്പം നെറ്റ്, അതോടൊപ്പം കുഴിയെടുക്കാൻ ഉപയോഗിച്ച തൂമ്പയും ഒക്കെ കണ്ടെടുത്തിട്ടുണ്ട്. എന്തായാലും അതിക്രൂരമായാണ് അമ്മയെയും സഹോദരനെയും സജി കൊലപ്പെടുത്തിയത്. കാലങ്ങളായി ഇയാൾക്ക് പകയുണ്ടായിരുന്നു, വസ്തുതർക്കുമായി ബന്ധപ്പെട്ട പകയുണ്ട്, ഒപ്പം തന്നെ സ്ഥിരമായി അവഹേളിക്കുന്നതിനുള്ള പകയുണ്ട്. അങ്ങനെ കാലങ്ങളായി ഉണ്ടായിരുന്ന പക ഒരു ദിവസം കൊലപാതകത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. ആ കൃത്യം നിർവഹിച്ച ശേഷവും കൃത്യമായി അയാൾ വീട്ടിൽ തുടരുന്ന ഒരു സാഹചര്യം. ഈ ആദ്യത്തെ ദിവസം കൊലപാതകം നടത്തിയ ശേഷം വീട് രക്തമൊക്കെ കഴുകിക്കളഞ്ഞു. അങ്ങനെ കഴുകിക്കളയുകയും മൃതദേഹം കട്ടിലടിയിലേക്ക് മാറ്റുകയും അതിനുശേഷം തന്നെ ആ വീട്ടിൽ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും പ്രതിനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നെടുങ്കണ്ടം വീട്ടിലെത്തിച്ച് തെളിവെടുപ്പൊക്കെ നടത്തി. ഇന്ന് നിലവിൽ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനുശേഷം അടുത്ത കസ്റ്റഡി അപേക്ഷ പോലീസ് സമർപ്പിക്കും. പിന്നീട് തുടർന്ന് സജിയുടെ പിതാവിന്റെ തിരോധനവുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അതായത് 2018 ഇവരുടെ പിതാവായ മാത്യു ഈ മേഖലയിൽ നിന്ന് കാണാതാവുന്നത്. പോലീസ് അന്ന് കേസെടുത്തിരുന്നു, അന്വേഷണം നടത്തിയതെങ്കിലും കൃത്യമായ തുമ്പ് ലഭിക്കാത്തതിനാൽ തുടർ അന്വേഷണങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ ഈ ഇരട്ട കൊലപാതകം നടന്ന സാഹചര്യത്തിൽ പിതാവിന്റെ തിരോധനവുമായി ബന്ധപ്പെട്ട് സജിക്ക് പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കും. എൽദോ, പ്രിൻസേ, ഈ സംഭവത്തിൽ അതായത് വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. അമ്മയെ കറക്കിയെടുത്ത് എറിഞ്ഞു, കൈ ഒടിച്ചു, ഭിത്തിയിലേക്ക് തലയടിപ്പിക്കുക, അങ്ങനെ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകങ്ങളാണ് രണ്ടും. സഹോദരൻ്റേതാവട്ടെ. ഇനി മാത്രമല്ല, കൊലപാതകം നടത്തി പിറ്റേ ദിവസങ്ങളിൽ ആ ബോഡികൾ രണ്ടും അവിടെ വീടിൽ തന്നെ നിർത്തി മൂടിയിട്ടു. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അത് മൂടുന്നതും അല്ലെങ്കിൽ സംസ്കരിക്കുന്നതും ഒക്കെ, അല്ലെങ്കിൽ കുഴിച്ച് ഇടുന്നതൊക്കെ. അപ്പോൾ ഇയാൾ ഈ സദാസമയവും ഒരു ലഹരിക്ക് അടിമയായി ലഹരിയിൽ നീങ്ങുന്ന ആളാണോ? ഇതിനിടയിൽ ഇയാൾക്ക് ജോലിക്കൊക്കെ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ത് ജോലിയാണ് ഇയാൾ ചെയ്യുന്നത്? എന്താണ് ഇയാളുടെ ഒരു രീതി? നാട്ടുകാരെന്താണ് പറയുന്നത്? എൽദോ, ഇരുവരെയും സജി കൊലപ്പെടുത്തിയത് അതിക്രൂരമായി തന്നെയാണ്. മർദ്ദിച്ചും മുഖത്തും ശരീരത്തും ഒക്കെ മർദ്ദിച്ചും കുഴിച്ചുമൊക്കെയാണ് കൊലപ്പെടുത്തിയത്. അമ്മയ്ക്ക് മുൻപ് പക്ഷാഘാതം ഉണ്ടായ ഒരാളായിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ നടക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. അതായത് വീടിനുള്ളിൽ കൂടെയൊക്കെ അവർ നടക്കും, ചില എക്സസൈസ് ഒക്കെ ചെയ്ത് അങ്ങനെ അവർ നടക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ വീടിന് പുറത്തേക്ക് അങ്ങനെ അവർ അധികം ഇറങ്ങാറില്ല. വീടിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടുന്നൊരു സ്ത്രീയാണ്. ഈ സംഭവം നടക്കുമ്പോഴേക്കും അമ്മ എത്തുകയും ഇവരെ തടസ്സം പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് അമ്മയെ മർദ്ദിക്കുക, നമ്മുടെ മുഖത്തിടിച്ചു, ഒപ്പം കൈ ഓടിച്ചു, ഒപ്പം ഭിത്തിയിലേക്ക് അവരെ വലിച്ചെറിഞ്ഞു എന്നൊക്കെയാണ് പോലീസിനോട് പ്രതി പറഞ്ഞിരിക്കുന്നത്. അതിക്രൂരമായി തന്നെയാണ് അമ്മയും മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ സഹോദരൻ അവശനായി, മർദ്ദനത്തെ തുടർന്ന് അവശനായി കസേരയിലേക്ക് ഇരുന്നു. ആ കസേരയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ അയാളുടെ കഴുത്തിൽ തോർത്തു മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അതിനുശേഷം ഇയാൾ താഴേക്ക് വീഴുന്ന സാഹചര്യത്തിൽ ഇടിക്കുകയും മുഖത്ത് ചവിട്ടുകയും ഒക്കെ ചെയ്താണ് ക്രൂരമായി തന്നെയാണ് കൊലപാതകം നടത്തിയത്. ഈ കൊലപാതകത്തിൽ നിർവഹിച്ച ശേഷം ഈ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കട്ടിലടിയിലേക്ക് മാറ്റുന്നു. പിന്നീട് ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് മൂടുന്നു. അതിനുശേഷം ഈ വീടിനുള്ളിലായിരുന്ന രക്തക്കറയൊക്കെ തുടച്ചു നീക്കുന്നു. തുടർന്ന് ഇതേ വീട്ടിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം. ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നു, ഇറച്ചി പാകം ചെയ്യുന്നു. അങ്ങനെ അവിടെ വീട്ടിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇയാള് തുടർന്ന് മറ്റ് ദിവസങ്ങളിൽ പകൽ സമയങ്ങളിലൊക്കെ ചില ജോലിക്കൊക്കെ പോകുന്ന, അതായത് കാർഷിക ജോലിക്കും മേസ്തൂരി പണിക്കും ഒക്കെ പോകുന്ന ആളാണ്. അങ്ങനെ പുറത്തേക്കൊക്കെ ഇയാൾ ഈ ദിവസങ്ങളിലൊക്കെ ഇറങ്ങിയിരുന്നു. ഇതോടൊപ്പം തന്നെ തന്റെ വിവാഹമാണെന്നുള്ളൊരു രീതിയിലൊരു പ്രചാരണം ഇയാൾ ഈ ആഴ്ചകളിലൊക്കെ പ്രചരിപ്പിച്ചിരുന്നു. അങ്ങനെ ചില ആളുകളെയൊക്കെ കാണുകയും അവരോട് തന്റെ വിവാഹം ഉടൻ നടക്കും, തീയതിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നും അന്ന് അറിയിച്ചുകൊണ്ട് വിവാഹം ക്ഷണിക്കുകയും ഒക്കെ ചെയ്തു. ഏകദേശം 500 പേർക്കുള്ള സദ്യ ഒരുക്കുന്നുണ്ട്, വിരുന്നൊരുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ക്ഷണിച്ചിരുന്നു. എന്നാൽ പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അമ്മ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ്, മറ്റൊരു മരണം കുടുംബത്തിൽ ഉണ്ടായെന്നും എന്നാൽ അതുകൊണ്ട് വിവാഹം തൽക്കാലത്തിന് മാറ്റിവെച്ചു എന്നൊക്കെ അറിയിക്കുന്ന ഒരു സാഹചര്യം. അതായത് ഈ കൃത്യം നിർവഹിച്ച ശേഷം പ്രതി പല കാര്യങ്ങൾ നാട്ടുകാരെ ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. തന്റെ വിവാഹമാണെന്നുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വിവിധ കാര്യങ്ങൾ നാട്ടുകാരെ ധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് വിവാഹം മാറ്റിവെച്ചെന്ന് അറിയിക്കുന്നു. അങ്ങനെ അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് വിവാഹം മാറ്റിവെക്കുന്ന അറിയിക്കുകയും തുടർന്ന് നാട്ടുകാരൊരു അന്വേഷണമൊക്കെ നടത്തുമ്പോൾ അങ്ങനെ ഒരു വിവാഹം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരുടെ ഒരു ജാഗ്രത കൂടി ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം റെജി സാധാരണഗതിയിൽ
നെടുങ്കണ്ടത്തെ ഒരു സൗണ്ട് ഓപ്പറേറ്റിംഗ് സ്ഥാപനത്തിൽ മൈക്ക് സെറ്റുകളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഒപ്പം സമീപത്തെ ഒരു കൃഷി ജോലികൾക്കായി പോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെയുള്ള ആള് പതിവായി ജംഗ്ഷനിലൊക്കെ ഈ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ എത്തുന്ന ഒരാളാണ്. എന്നാൽ അയാൾ സ്ഥിരമായി എത്താതെ വന്നതോടെയാണ് ഈ അന്വേഷണം ആരംഭിക്കുകയും അയാളുടെ ഫോണിൽ ബന്ധപ്പെടാനൊക്കെ നാട്ടുകാർ ശ്രമിച്ചിരുന്നു. അതൊന്നും സാധിക്കാതെ വന്നതോടെയാണ് അവർ സഹോദരിയെ ബന്ധപ്പെടുകയും പോലീസിൽ പരാതിയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം നാട്ടുകാരെ ഒന്നും ഈ വീട്ടിലേക്ക് അടുപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് എത്തി ഇവർക്കൊന്നും പരിശോധന നടത്താനൊന്നും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സഹോദരിയുമായി മുഖാന്തരം പരാതി സമർപ്പിക്കുകയും പിന്നീട് പോലീസ് എത്തി പരിശോധന നടത്തുകയുമായിരുന്നു. എന്തായാലും കൃത്യമായ ഒരു പ്ലാനിങ്ങോടെയാണ് ഈ കൃത്യം നിർവഹിച്ച ശേഷം പ്രതി പെരുമാറിയത്. മൃതദേഹം 2 ദിവസം വീട്ടിൽ തന്നെ സൂക്ഷിച്ചു. ക്രൂരമായ ഒരു കൊലപാതകമാണ്. സഹോദരനെന്നോ അമ്മയെന്നോ കരുതാതെ അതിക്രൂരമായി ഇരുവരെയും മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു പ്രതി എത്തിയിരുന്നത്. അതിനുശേഷം തന്നെ ഈ മൃതദേഹങ്ങൾ വീട്ടിനുള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ സ്ഥിരമായി വീട്ടിൽ തുടരുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. റൈറ്റ്. എന്താണെങ്കിലും അതിക്രൂരമായിട്ടുള്ള കൊലപാതകത്തിന്റെ വിവരങ്ങൾ, ഇരട്ട കൊലപാതകത്തിന്റെ ക്രൂരതയുടെ മുഖം എന്താണ് എന്ന് വ്യക്തമാക്കുകയാണ് പോലീസ്. അതിക്രൂരമായിട്ടാണ് സഹോദരനെയും അമ്മയെയും അയാൾ കൊന്ന് തള്ളിയത്. പിന്നീട് അവിടെ കുഴിച്ചിട്ട സാഹചര്യമൊക്കെ വിശദീകരിക്കുകയായിരുന്നു പ്രിൻസ് ജെയിംസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.